കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങിയാൽ, ഉപ്പ് കൊണ്ടുള്ള ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റിൽ തന്നെ തുടങ്ങിയാൽ ആ മനുഷ്യന് 70ഓളം രോഗങ്ങൾ അതുവഴി ഇല്ലാതാകും എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണം എന്ത്? ജൈത്തൂങ്കായ. ആ ഉപ്പിലിട്ട് വെക്കണ്ട. ജൈത്തൂങ്കായ ഓൾറെഡി എന്തിനാ വരിക? ഉപ്പിൽ വരും. അന്ന് ശുദ്ധീകരിക്കുക. രാത്രി എന്ത് ചെയ്യുക? വെള്ളത്തിലിട്ടേക്കുക. രാവിലെ വെള്ളം ഒഴിവാക്കുക. കാരണം കെമിക്കൽ ഉണ്ടാവുന്ന സാധ്യത ഉണ്ട്. അത് ശരിക്കും കഴിക്കുക. ജൈത്തൂങ്കായ എല്ലാ ദിവസവും രാവിലെ കഴിക്കുക. ഹബീബ് അത്തിപ്പയിൽപ്പെട്ടതാണ്. ഖുർആനിൽ പറഞ്ഞ ഓരോ ഫ്രൂട്ടിനും ഓരോ പ്രത്യേകത ഉണ്ട്. 1000 പ്രത്യേകത ഉണ്ട്. ഖുർആനിൽ പറഞ്ഞ ഫ്രൂട്ട്സിൻ്റെ കാര്യത്തിൽ ഒരു പ്രഭാഷണം നടത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ നമുക്കിത് കയറ്റി പറയാം. ഇൻഷാ അല്ലാഹ്. അത്തിപ്പഴം 3 എണ്ണെങ്കിലും ഒരു 7 എണ്ണത്തിൽ കൂടാതിരിക്കുക. അതിരാവിലെ ജൈത്തൂങ്കായ കഴിക്കുക. ഒരു 7 എണ്ണം. ഒരു 7 ജൈത്തൂങ്കായക്കും ഒരു ദിവസത്തെ ഇറച്ചി പൊറാട്ടയ്ക്ക് നോക്കുകയാണെങ്കിൽ പൈസ കുറവ് എന്തിനാണ്? ജൈത്തൂങ്കായക്കാണ്. പിന്നെ ചായ ഇതോട് കൂടെ ഒന്നും കുടിക്കരുത്. ഭക്ഷണത്തിൽ നിന്ന് ചായ മാറ്റണമെന്ന് ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ അപേക്ഷിച്ചു കൊള്ളുന്നു. ചായയിൽ ഒരു വിഷാംശമുണ്ട്. അത് ഭക്ഷണത്തിന്റെ എല്ലാ വീര്യത്തെയും കെടുത്തി കളയും. ചായ ഒറ്റയ്ക്ക് കഴിക്കണം. പാൽ ചായ മലയാളികൾ കുടിക്കുന്നത് ഓക്കെ. ലോകത്ത് 2 വിഭാഗം മാത്രമാണ് പാൽ ചായ കുടിക്കുക. മലയാളി, ബംഗാളി. രണ്ടും തന്നെ 2 എണ്ണം 3.5 ഫൂട്ടേ ഉള്ളൂ. ബംഗാളി 3.5 ഫൂട്ടാണ്, മലയാളി 3.5 ഫൂട്ടാണ്. ഒരു വർഗവും പാൽ ചായ കുടിക്കൂല. ചായ കുടിക്കരുത്. ചായ ബ്രേക്ക്ഫാസ്റ്റിൽ കുടിക്കരുത്. ഉച്ചഭക്ഷണത്തിൽ കുടിക്കരുത്. രാത്രി ഭക്ഷണത്തിൽ കുടിക്കരുത്. ചായ അതൊക്കെ കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞ് ഒറ്റക്ക് വേണമെങ്കിൽ ഒരു 3 ഡ്രോപ്സ് എന്തിൻ്റെ? തേന്. അത് വെള്ളം കലക്കുക, കുടിക്കുക. പച്ചവെള്ളത്തിൽ. ചൂടുവെള്ളമല്ല. ചൂടുവെള്ളം ആരോഗ്യത്തിന്റെ ആ ഒരു രീതിയെ നഷ്ടപ്പെടുത്തും. ചൂടുവെള്ളത്തിൽ തേനൊറ്റിച്ചാൽ. ചായക്കുള്ള അത്ര ദോഷം കാപ്പിക്കില്ല. പക്ഷെ കാപ്പിക്ക് ചില ദോഷങ്ങൾ ഉണ്ട്. പക്ഷെ കാപ്പി ആകണം. ഇന്ന് കാപ്പി ഉണ്ടോ, കാപ്പി ലഭ്യമാണോ എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുണ്ട്. കാരണം ഇപ്പോൾ കാപ്പിയുടെ എസൻസ് ചില പ്രത്യേകമായ സാധനങ്ങളിൽ കയറ്റിയിട്ട് അതാ ചേർത്തിട്ട് അതാണ് അങ്ങാടിയിൽ മാർക്കറ്റിൽ വിൽക്കുന്നത് എന്ന് പ്രഗത്ഭരായ ചില പണ്ഡിതന്മാർ, അടുത്ത കാലത്ത് പ്രകൃതിശാസ്ത്ര പണ്ഡിതന്മാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. കാപ്പി കുടിക്കരുത്. ഇന്നത്തെ കാപ്പി മലബന്ധം ഉണ്ടാക്കും. അപ്പൊ കാപ്പിപ്പൊടിയുടെ ഒരു എസൻസ്, ഒരു ഫ്ലേവർ മാത്രമായിട്ടും അതിൽ കയറിയിട്ടുണ്ടാവുക. ഇന്നത്തെ കാപ്പി മലബന്ധം ഉണ്ടാക്കുന്നുണ്ട്. മലബന്ധം വലിയ പ്രശ്നം. ഒരിക്കലും വേസ്റ്റ് കെട്ടിക്കിടക്കരുത്. ഇതൊക്കെ ശ്രദ്ധിക്കുക. ചായ വേറിട്ട് കുടിക്കുക. ചായ നീ രാവിലെ കുടിച്ചോ? അതിരാവിലെ ചായ കുടിക്കാതിരിക്കുന്നത് നല്ലതാണ്. അതിരാവിലെ നീ എണീറ്റ് എന്ത് ചെയ്തു? ഒരു ആപ്പിൾ കഴിച്ചു, ഒരു ഈത്തപ്പഴം കഴിച്ചു, 2-3 ഈത്തപ്പഴം, ഏറി വന്നാൽ 7 മതി. ഒരു 3 ഈത്തപ്പഴത്തിൽ തന്നെ എല്ലാം ഉണ്ട്. അങ്ങനത്തെ ഒരു പഴം വേറല്ല. അപ്പൊ നിയന്ത്രിച്ച് നമ്മൾ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ നമ്മളെ ഭാര്യക്കും മക്കൾക്കും നമ്മളെ ഉപകരിക്കും, അവരെ നമുക്ക് ഉപകരിക്കും. അതിനാദ്യം പെണ്ണുങ്ങളെ മനസ്സ് മാറ്റണം. പെണ്ണുങ്ങളെ മനസ്സ് യഥാർത്ഥ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ ആണുങ്ങൾക്ക് കഴിയണം. നമ്മുടെ ആരോഗ്യം ചികിത്സ എന്ന വിഷയത്തിൽ 1ാമത്തെ ക്ലാസ്സാണ് ഈ അവസാനിക്കുന്നത്. വേറെ എന്ത് വിഷയം ഞാൻ ഇന്ന് പറഞ്ഞിരുന്നെങ്കിലും നിങ്ങൾ ഉറങ്ങുമായിരുന്നു. ആരോഗ്യ ക്ലാസ്സായത് മാത്രം നിങ്ങൾ ഇരുന്നതാണ്. ഞാൻ കരുതിക്കുട്ടി ആരോഗ്യം വെച്ചതുമാണ്. ഇത് തമാശല്ല, ഭയങ്കര വിഷയമാണ്. ഈ കണ്ടത് മുഴുവൻ വലിച്ചു കയറ്റി കിഡ്നി, ഇക്കോല ഇറച്ചി കയറ്റിയ എന്താവും? റെഡ് മീറ്റ് വലിയ പ്രശ്നമാണ്. അത് ആവശ്യത്തിന് ഉപയോഗിക്കാൻ പാടുള്ളൂ. എന്തുകൊണ്ട്? സയ്യിദുൽ മാഇദത്തി അല്ലഹ്മു എന്ന് മുഹമ്മദ് മുസ്തഫ. സുപ്രയിലെ രാജാവ് മാംസമാണ്. അപ്പൊ രാജാവ് എന്ന് പറഞ്ഞാൽ എന്നും ഉപയോഗിക്കാൻ പാടില്ലല്ലോ. ആഴ്ചയിൽ മലയാളികൾക്ക് ആരോഗ്യമില്ല, മാപ്പിളകൾക്ക് ആരോഗ്യമില്ല. ഇതൊക്കെ അവസാനിപ്പിക്കണം. നമ്മൾ ഇതൊക്കെ തിരുത്തി ചിന്തിക്കന്നെ വേണം. പിന്നെ സമയം കഴിഞ്ഞ പ്രത്യേകിച്ചും ഇതുവരെ കിഡ്നി പോകാത്ത മിൻ നിഅമത്തില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയും. ഇതുവരെ കിഡ്നി പോകാത്തതിനല്ലേ മാഷേ
ഇതുവരെ കിഡ്നി പോകാത്തതിന് എന്ത് പറ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇനി ശ്രദ്ധിക്കാം, ഇതൊക്കെ ഇനി റിക്കവർ ചെയ്യാൻ കഴിയും. ഇനി ഇതെല്ലാം ഡാമേജ് റിക്കവർ ചെയ്യാൻ കഴിയും, പേടിക്കണ്ട. അള്ളാഹു അങ്ങനത്തെ സിസ്റ്റാണ് നമ്മൾ തടിയിൽ വെച്ചത്. ഒന്ന് ശ്രദ്ധിക്കണം, ആവശ്യമില്ലാത്ത കിഡ്നിക്ക് പണിയേ കൊടുക്കരുത്. കിഡ്നിക്ക് പണി കൊടുക്കുന്നത് കുറക്കണം ഇൻഷാ അല്ലാഹ്. ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഉള്ളിലെല്ലാം ഉണ്ട്. അതായത് ഇത്തരം കാര്യങ്ങൾ സ്വമേധയാ നമ്മൾ ചെയ്താൽ നിന്റെ റിക്കവറിങ് പ്രോസസ്സിങ് നീ അറിയാതെ നിന്റെ ഉള്ളിൽ നടക്കും. ഇപ്പൊ ഉദാഹരണം പറയാം, നമ്മുടെ ആരോഗ്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉറക്കം. ഉറക്കം ക്ലിയറായ ഡൈജഷൻ ക്ലിയർ ആവും, എല്ലാം ക്ലിയർ ആവും, വേസ്റ്റ് പ്രത്യേകമായി പോകും. ഇപ്പൊ ഉറക്കം നേരം വൈകിപ്പോയാൽ ദഹനം നടക്കൂല, അപ്പോൾ പിന്നെ വേസ്റ്റ് പുറത്തു പോകൂല. വേസ്റ്റ് പുറത്ത് പോകാതെയാണ് ബ്രേക്ക്ഫാസ്റ്റ് പിന്നെയും കയറ്റുക, കഴിഞ്ഞു, അട്ടിമലട്ടിയായി. നമ്മളൊരു 10 മണിക്ക് മുമ്പെങ്കിലും ഉറങ്ങിയിട്ടില്ലെങ്കിൽ എന്ത് നടക്കൂല? ഒരു 8 മണിക്കൂർ ശരിക്ക് ആമാശയം അങ്ങനെ കിടക്കണം. നേരത്തെ ഒരു 9 മണിക്കൂർ 7 മണിക്കൂറെങ്കിലും കിട്ടുക. 9 മണിക്ക് ഉറങ്ങിയ ഒരാള് 4 മണിക്ക് എണീറ്റാൽ എത്ര ഉറക്കം കിട്ടും? 7 മണിക്കൂർ. 7:30ക്ക് ഇശാന ബാങ്ക് കൊടുക്കണില്ലേ? 9 മണിക്കൊക്കെ ഉറങ്ങിയ ധാരാളല്ലേ? പിന്നെയും 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ ഉറങ്ങുന്നത്? എന്നിട്ട് 4 മണിക്ക് അടിച്ച 7 മണിക്കൂർ കിട്ടിയില്ലേ? ഒരു മനുഷ്യന് ശരാശരി എത്ര മതി? 6-7 മണിക്കൂർ പാടും. 6 മണിക്കൂർ തന്നെ മതി. അപ്പൊ ഡൈജഷൻ കൃത്യമായി നടക്കും. പിന്നെ എന്ത് ചെയ്യും? മലബന്ധാണ് പറയാം. മലബന്ധം വയറ്റുന്നു പോണില്ല. എങ്ങനെ വയറ്റുന്നു പോവുക? ഞാൻ 2 മണി 3 മണിക്കല്ലേ കിടക്കണ്, പിന്നെ വയറ്റുന്നു പോവുക? പറഞ്ഞ് മനസ്സിലായോ? എല്ലാം കേളും. ഭർത്താവിൻ്റെ കാര്യം ഭാര്യമാർ ശ്രദ്ധിക്കണം, ഭാര്യമാരെ കാര്യം ഭർത്താവും ശ്രദ്ധിക്കണം. നേരത്തിന് ഉറങ്ങണം. കൂടുതൽ ക്ഷീണിപ്പിക്കുന്ന സാധനങ്ങൾ കഴിക്കരുത്, അമിതമായി വെള്ളം കുടിക്കരുത്, ഭക്ഷണം കഴിക്കരുത്. എല്ലാം നമ്മൾ നിയന്ത്രിച്ച് കൊണ്ടുവരികയാണെങ്കിൽ 6 മാസം കൊണ്ട് റിക്കവറാവും. 6 മാസം മതിയാവും. ഇതൊക്കെ തിരിച്ചു വരും. അള്ളാഹു തൗഫീക്ക് തരട്ടെ. തടി കുറയും. തടി കുറഞ്ഞോട്ടെ. തടി കുറയും. തടി കുറഞ്ഞാൽ ആരോഗ്യം ഉണ്ടാവും. അതായത് മാഷിപ്പ പറഞ്ഞത്, മരുഭൂമിയിൽ താമസിക്കുന്ന മൃഗങ്ങളെ പഠന വിധേയമാക്കിയിട്ടുണ്ട് ആധുനിക ശാസ്ത്രം. ഇബ്നു ഖൽദൂൻ മാഷാ അല്ലാഹ്. അതായത് അവക്കാണ് ഓജസ്, കരുത്ത് കൂടുതൽ. എന്തുകൊണ്ട്? കുറഞ്ഞ ഭക്ഷണേ കിട്ടൂ. അപ്പൊ അതിജീവനത്തിന് അതിന് കഴിയും. നമുക്കൊന്നിന് കഴിയില്ല. എന്തുകൊണ്ട്? ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഭക്ഷണമാണ്. ഇപ്പൊ ഇന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക ഉച്ചക്ക്. അപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താ? ഗ്രില്ലിങ് ഉണ്ടാവുമോ? ഭക്ഷണത്തിലാണ് നമ്മളെ എൻജോയ്മെന്റ് നമ്മൾ കണ്ടെത്തി. അത് വലിയ പാളിച്ചയാണ്. അപ്പൊ ചുരുക്കത്തിൽ അവസാനിപ്പിക്കാണ്. അലോപ്പതി ആവശ്യമാകുന്ന ഒരു ശാസ്ത്രം ഇന്ന്, പഴയ കാലത്ത് നാടൻ കെട്ടുകാറുണ്ടായിരുന്നു. ഇന്ന് നാടൻ കെട്ടുകാർ നാട്ടിൽ നിന്ന് പോയി. അപ്പോൾ അലോപ്പതി ഡോക്ടർമാരെ ആശ്രയിക്കൽ നിർബന്ധമായി. അലോപ്പതി ഡോക്ടർമാരെ ആശ്രയിക്കൽ നിർബന്ധമായ ഒരേ ഒരു കാര്യം ഒടിഞ്ഞതും മുറിഞ്ഞതും മാത്രമാണ് ഇപ്പോൾ. പഴയ കാലത്ത് അതും വേണ്ട. എന്തുകൊണ്ട്? ഒരാൾ ഒടിഞ്ഞാലും മുറിഞ്ഞാലും ആരാ ചെയ്യുക? നാടൻ കെട്ടിയവരുണ്ടായിരുന്നു. മുളയിലെ അലകന് വെച്ചിട്ട് കെട്ടും. കൈയും കാലും തൊടയൊക്കെ ആകും. പക്ഷെ വേറൊന്നുണ്ട്, നമ്മൾക്ക് കോഴിക്കൊരു ആദിയില്ല. നമ്മക്കത് വളഞ്ഞാവോന്ന് ആദ്യമുള്ളത് കൊണ്ട് നമ്മൾ രാത്രി മുണ്ടിട്ടെങ്കിലും ഡോക്ടറെ അടുത്ത് പോവും. അത് ഇബ്നുൽ ഖയ്യിമിന്റെ സാദുൽ മഅദിലുണ്ട്. മദീനയിൽ രോഗികളെ കണ്ടില്ല. ഷാമിൽ നിന്ന് ഡോക്ടർമാർ നിരാശരായി. മദീന രോഗികളുണ്ടായില്ല. അപ്പൊ എന്താന്ന് വെച്ചാൽ, അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങള് ഖുർആൻ സുന്നത്തൊക്കെ അനുസരിച്ച് ഭക്ഷണം കഴിക്കുള്ളൂ. ഇനി ഭക്ഷണത്തിന് അളവ് അതൊക്കെ പിന്നെ അടുത്ത ക്ലാസ്സിൽ പറയാം. ഉച്ചക്ക് നല്ലൊരു ഭക്ഷണം കഴിച്ചോ? ഹെവി എന്ന് പറഞ്ഞാൽ ഇഞ്ചി പറഞ്ഞ ഹെവി പറഞ്ഞ പള്ളം നിറയും എന്നല്ല. നല്ലൊരു ഭക്ഷണം കഴിച്ചോ മോനെ? അന്ധവിശ്വാസമാണ്. വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചാലേ ആരോഗ്യം ഉണ്ടാവുള്ളൂ. അന്ധവിശ്വാസമാണ്.
ഇപ്പൊ പറഞ്ഞ ഹദീസിലുണ്ട്, രാത്രി ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞു അത് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് വാർദ്ധക്യം നേരത്തെ വരും. ഈ പറഞ്ഞു പ്രാവിന്റെ ഇറച്ചി കുറയുന്ന വല്യമാര് പറയലുണ്ട്, എൻ്റെ വല്യമ്മ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ പറഞ്ഞത് വല്യമ്മാന്റെ ഭാഷ ഈ ഹദീത്തിന്റെ ഒരു ആവിഷ്കാരാണ്. ഹദീത്ത് എന്താ, നിങ്ങൾ രാത്രി ഭക്ഷണം രാത്രി ഭക്ഷണം എപ്പോഴാ? മഗ്‌രിബിന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ മഗ്‌രിബിന് തൊട്ട് ശേഷം. അതേ ആശ വലോബി തമ്രത്തിൻ, ഒരു കാരക്കെങ്കിലും, അതാണത് രാത്രി ഭക്ഷണം. കുറച്ച് വെള്ളം കുടിച്ചു മതി, കരുത്തോടുകൂടി രാവിലെ എണീക്കാം. ആരോഗ്യം ചികിത്സ.